ഞാനിന്ന് വൃക്കകളെ ബാധിക്കുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന രോഗത്തെപ്പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മളെ കിഡ്നികളെ പറ്റി അല്ലെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനത്തെ പറ്റി ലഘുവായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആധുനികമായ സോഫിസ്റ്റിക്കേറ്റഡായ അരിപ്പകളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വൃക്കകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്ന് അധികമായി വരുന്ന വെള്ളം, വേസ്റ്റുകൾ എന്നിവ മൂത്രത്തിലൂടെ കളഞ്ഞ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പ്രോട്ടീൻ, സോഡിയം, പൊട്ടാഷ്യം പോലെയുള്ള അയോണുകൾ എന്നിവ നഷ്ടപ്പെടാതെ വേസ്റ്റുകൾ മാത്രം മൂത്രത്തിലൂടെ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും ഈ പ്രോട്ടീനുകൾ മൂത്രത്തിലൂടെ ക്രമാതീതമായി പോകുന്നു. ഈ അവസ്ഥയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് കൂടുതലും നാട്ടുകാർ അറിയുന്നത് കുട്ടികളിൽ വരുന്നതാണെങ്കിലും എല്ലാ പ്രായത്തിലുള്ളവരെയും ഇത് ബാധിക്കാം. പ്രധാനമായി 2 തരത്തിലുണ്ട് നെഫ്രോട്ടിക് സിൻഡ്രോം: പ്രൈമറി നെഫ്രോട്ടിക് സിൻഡ്രോമും സെക്കൻഡറി നെഫ്രോട്ടിക് സിൻഡ്രോമും. പ്രൈമറി നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള കേട് വൃക്കകൾക്കാണ്. സെക്കൻഡറി നെഫ്രോട്ടിക് സിൻഡ്രോമാണ് വലിയവിൽ വരുന്നത് കൂടുതലും. ഇതിലെന്താണ് പറ്റുന്നതെന്ന് പറഞ്ഞാൽ മറ്റ് തകരാറുകൾ മൂലം വൃക്കകൾക്ക് തകരാറ് വരികയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്രധാനമായും ഇൻഫെക്ഷനുകൾ, മലേറിയ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷനുകൾ, ഇല്ലെങ്കിൽ ക്യാൻസറുകൾ, ചില ക്യാൻസറുകൾ, ലിംഫോമ, കുടലിൻ്റെ ക്യാൻസറുകൾ എന്നിവ, അല്ലെങ്കിൽ രക്തവാതത്തിൻ്റെ ഭാഗമായി, ഇതും അല്ലെങ്കിൽ മരുന്നുകൾ മൂലം ശരീരത്തിൽ മറ്റാവശ്യങ്ങൾക്കായി ചെല്ലുന്ന വേദന സംഹാരികൾ, നാട്ടുമരുന്നുകൾ, വാദത്തിനായി ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ക്യാൻസർ കീമോതെറാപ്പി ഉപയോഗിക്കുന്ന മരുന്നുകൾ എല്ലാം മൂലം കിഡ്നിക്ക് തകരാറ് വന്നു കഴിഞ്ഞാൽ മൂത്രത്തിലൂടെ പ്രോട്ടീൻ, ഷുഗർ, ഡയബറ്റീസ് പോലുള്ള അവസ്ഥയിൽ മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്നതാണ് സെക്കൻഡറി നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പ്രോട്ടീനുകൾ മൂത്രത്തിലേക്ക് പോകുമ്പോൾ മൂത്രം പതഞ്ഞു വരുന്നതായി നമുക്ക് തോന്നും. ഇത് നമ്മുടെ OP-യിൽ വരുന്ന മിക്ക പേഷ്യൻസും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രണ്ടാമതായി ശരീരത്തിന് നീര് വയ്ക്കുന്ന അവസ്ഥ, കണ്ണിന് ചുറ്റും, കാൽപാദത്തിൽ എന്നിവയെ തുടങ്ങി ശരീരം മുഴുവനും വീർത്ത് വരുന്ന അവസ്ഥയിൽ വരെ വരാം. പലപ്പോഴും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. അതായത് മൂത്രത്തിലൂടെ ഈ പ്രോട്ടീനുകൾ ലീക്കായിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ അത് ശാശ്വതമായിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള വൃക്കകളുടെ തകരാറിലേക്ക് പോകും. പിന്നീട് ഡയാലിസിസ് പോലുള്ള ചികിത്സയിലേക്ക് പോകും. രണ്ടാമതായി ഈ പ്രോട്ടീൻ പോകുന്നതിലൂടെ നമുക്ക് ശരീരത്തിന് മറ്റ് കോംപ്ലിക്കേഷൻസും വരും. ഇതിൽ മെയിനായിട്ടുള്ളത് ക്ലോട്ടിങ്ങിൻ്റെ പ്രോബ്ലം, അതായത് രക്തം കട്ട പിടിക്കും. തലച്ചോറിൽ, ഹൃദയത്തിൽ, കുടലിൽ, കിഡ്നിയിലേക്കുള്ള രക്തക്കുഴലുകൾ, കാൽപാദത്തിലേക്കുള്ള രക്തക്കുഴലുകൾ എല്ലാം ബ്ലോക്ക് വന്ന് ഈ അവയവങ്ങൾ പ്രവർത്തനമില്ലാതെ പോകാം. രണ്ടാമതായി നമ്മുടെ ബോഡിയുടെ ഡിഫൻസ്, പ്രൊട്ടക്ഷന് വേണ്ടി, അണുബാധയിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയെല്ലാം ഉള്ളത് പ്രോട്ടീനുകൾ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടീനുകൾ കുറയുന്നതിനാൽ ഈ പേഷ്യൻസ് ചെറിയൊരു അണുബാധ വന്നാൽ തന്നെ വളരെ തീവ്രമായ രീതിയിലേക്ക് ICUവിലും ഒക്കെ പോയി അഡ്മിറ്റ് ആകാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഈ പ്രോട്ടീനുകൾ പോകുന്നതിനാൽ രക്തസമ്മർദ്ദം, ഹാർട്ടിന് തകരാറ് പോലെയുള്ള പല കോംപ്ലിക്കേഷൻസും വരാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ യൂറിനിലെ പ്രോട്ടീനിൻ്റെ അളവ് ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പലപ്പോഴും ഇതിനോട് കൂടെ ബ്ലഡ് ടെസ്റ്റുകൾ, ഈ കാരണങ്ങൾ എന്തിനു വേണ്ടി നമ്മൾ പറഞ്ഞല്ലോ, ഇൻഫെക്ഷൻ പോലുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നറിയാനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, ചിലപ്പോൾ കിഡ്നി ബയോപ്സിയും ചെയ്താലേ നമുക്ക് അതിൻ്റെ തീവ്രതയും എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ചികിത്സ മെയിനായി 3 കോമ്പിനേഷൻ മരുന്നുകളാണ്. ഒന്ന് നീര് വറ്റാനുള്ള മരുന്നുകൾ, 2 പ്രോട്ടീൻ പോകുന്നതിനെ തടയാനുള്ള ആൻറ്റി പ്രോട്ടീനൂറിക് മരുന്നുകൾ, മൂന്നാമതായി ഇതിൻ്റെ കാരണം എന്താണോ ആ കാരണത്തിനെ ചികിത്സിക്കാനുള്ള മരുന്നുകൾ. ഇതെന്തുകൊണ്ട് ഈ രോഗത്തിനെ പറ്റി നമ്മൾ അറിയണമെന്ന് വെച്ചാൽ പലപ്പോഴും ഞങ്ങൾ നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ഈ രോഗവുമായി പേഷ്യൻസ് എത്തുമ്പോഴേക്കും പലപ്പോഴും ഈ കോംപ്ലിക്കേഷൻ സ്റ്റേജിൽ ഓൾറെഡി എത്തിക്കാണും, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കൃത്യമല്ലാത്ത ഡോസിൻ്റെ മരുന്നുകൾ കഴിക്കുന്നതിനാൽ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസുമായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മേൽപ്പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ ചികിത്സ ചെയ്യണമെന്നും കോംപ്ലിക്കേഷൻസ് വരാതെ നമുക്ക് തടുക്കാനാകുമെന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായി ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്തത്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.